രാജീവ്, ഇപ്പോൾ കൂടുതൽ പേർ കസ്റ്റഡിയിലേക്ക് എന്നുള്ള വാർത്ത വരുന്നു. അജികുമാർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. റെജിലാലിന്റെ കസ്റ്റഡിയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള വളരെ സുപ്രധാനമായ വിവരം. എന്തായാലും ഈ മുൻ ബോർഡ് അംഗങ്ങൾ അവർ കസ്റ്റഡിയിലാകും, യാതൊരു സംശയവുമില്ല. കാരണം അത്തരത്തിൽ നിരന്തരം വാർത്തകൾ നൽകുകയായിരുന്നു ജനം TV. തെളിവുകൾ നിരത്തിയുള്ള വാർത്ത. SIT സംഘത്തിന് ഒടുവിൽ അതൊരു വലിയ സമ്മർദ്ദമായി മാറുന്നു. SIT സംഘത്തിന് ഇവരെ കസ്റ്റഡിയിലെടുക്കാതെ തരമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വൈകി എങ്കിൽ പോലും ഇപ്പോൾ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടം കൊണ്ട് കാര്യങ്ങൾ തീരുമോ എന്നുള്ളതാണ് ആശങ്ക. കാരണം ഒരു ദൈവതുല്യനെ കുറിച്ച് കൃത്യമായ പരാമർശമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. ഇടയ്ക്ക് അദ്ദേഹം രമേശ് ചെന്നിത്തലയെ അവിടെ പോയി കാണുന്നു. അവിടെ ഒരു സുപ്രധാനമായ കൂടിക്കാഴ്ച നടന്നു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുള്ള ചോദ്യം ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട്. എങ്ങനെയായിരിക്കും SIT സംഘത്തിന്റെ ഇനിയുള്ള നീക്കം, രാജീവ്? രവി, കഴിഞ്ഞ കുറെ ദിവസമായി തന്നെ SIT സംഘം PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് 3 സംഘങ്ങളായി തിരിഞ്ഞാണ് SIT നടപടികൾ ആരംഭിച്ചത്. ഒരു സംഘം PS പ്രശാന്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു, ഒരു സംഘം അജികുമാറിനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോകുന്നു, റെജിലാലിനെയും കസ്റ്റഡിയിലെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നവർ. അതായത് 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. കാര്യം ഈ 3 പേരിലാണ് ഇനി അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടത്. അതിന്റെ ഭാഗമായി ഇവരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ നൽകും. ഇവരെ റിമാൻഡ് ചെയ്യും, തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും എന്നുൾപ്പെടെയുള്ള നടപടികളാണ് ഇനി SITക്ക് മുന്നിലുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ FIR-മായി ബന്ധപ്പെട്ടാണ് ഈ കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തത്. അതായത് അതിനോട് ചേർത്താണ് ഈ കേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റിലേക്ക് പോകേണ്ട സാഹചര്യമില്ല എന്നാണ് SIT പറയുന്നത്. PS പ്രശാന്ത്, അതുപോലെ തന്നെ റെജിലാൽ, അതുപോലെ തന്നെ അജികുമാർ, ഈ 3 പേരെ അറസ്റ്റ് ചെയ്യുക. ഇതിനൊപ്പം ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരെ കൂടി അറസ്റ്റ് ചെയ്യുക. അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുക. അത്തരമൊരു നീക്കം ഏതായാലും SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്കിലേക്ക് അന്വേഷണം പോകണം എന്ന ആവശ്യം വളരെ ശക്തമാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ജനം TV തന്നെ പുറത്തുവിട്ട വാർത്തകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ തന്നെ SITക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ വളരെ നിർണായകമാണ്. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് രേഖകൾ ഉൾപ്പെടെ SITക്ക് ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള മൊഴികൾ SITക്ക് മുന്നിലുണ്ട്. പക്ഷെ അത്തരം അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ നിലവിൽ SIT നേരിടുന്ന പരിമിതി എന്ന് പറയുന്നത് 2025 സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേകം കേസായി ഇത് അന്വേഷിക്കണം. കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തും എന്നാണ് SIT പറയുന്നത്. ഏതായാലും അത്തരത്തിലൊരു സമ്മർദ്ദം SITക്ക് മേൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് കാരണം എന്ന് പറയുന്നത് PS പ്രശാന്തിനെ പ്രതി ചേർക്കാൻ കോടതി നിർദ്ദേശം നൽകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ PS പ്രശാന്തിനെ പ്രതി ചേർത്തു. അതിന് തൊട്ടു പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രൻ തിരക്കിട്ട് ഒരു സ്കൂട്ടറിലെത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഒരു സുഹൃത്തിന്റെ ശുപാർശയ്ക്ക് വേണ്ടിയാണ് താൻ എത്തിയതെന്നൊക്കെ പറയുമ്പോൾ പോലും ആ കാലഘട്ടം നമ്മൾ പരിശോധിക്കണം, ആ ദിവസം നമ്മൾ പരിശോധിക്കണം. PS പ്രശാന്തിനെ പ്രതി ചേർത്തതിന് തൊട്ടു പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ പാഞ്ഞെത്തുകയാണ്. കാരണം SITക്ക് മുന്നിൽ തനിക്ക് എതിരെയുള്ള എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് കടകംപള്ളി സുരേന്ദ്രന് നന്നായി അറിയാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ കടകംപള്ളിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഒരു ഡിവോട്ടി, ഒരു ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്നത്, അല്ലാതെ വ്യക്തിപരമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് അത് തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നു മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളായ ഒന്നൊന്നായി പുറത്തു വന്നത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ കോറി ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉൾപ്പെടെ ഉണ്ട് എന്ന SIT കണ്ടെത്തിയിരുന്നു. അതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം കടകംപള്ളി സുരേന്ദ്രനും ഉണ്ടാക്കി എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി നിലവിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോവുകയാണെങ്കിൽ കടകംപള്ളിക്കും അത് കുരുക്കായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ 3 പേർ, അതായത് PS പ്രശാന്ത്, അജികുമാർ, റെജിലാൽ, ഈ 3 പേരിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഒതുക്കുക. അതിനുശേഷം ചില ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരെ കൂടി അറസ്റ്റ് ചെയ്യുക. അത്തരം നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അത്തരം വിവരങ്ങളാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല 2025 സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സുപ്രധാനമായ വിവരം കൂടി SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ റിമാൻഡ് റിപ്പോർട്ടിൽ അതുകൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് PS പ്രശാന്തിനെ കൂടുതൽ കുരുക്കാവുന്നതാണ്. ഇതുവരെ PS പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന അവകാശവാദം എന്ന് പറയുന്നത് തങ്ങളുടെ ഇടപെടലാണ് ഈ സ്വർണ്ണ കവർച്ച പുറത്തു കൊണ്ടുവന്നത്. 2019 സ്വർണ്ണ കവർച്ച പുറത്തു കൊണ്ടുവരുന്നതിന് കാരണവും തങ്ങളാണ് എന്ന് അവകാശവാദമായിരുന്നു ഇതുവരെ മുന്നോട്ട് വെച്ചെങ്കിൽ അങ്ങനെയല്ല. 2025 ഈ പറയുന്ന രീതിയിൽ ദേവസ്വമാനുകൾ ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ട് സ്വർണം കൊടുത്തുവിട്ട സംഭവത്തിലും സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്തരം നിഗമനത്തിലേക്കും കണ്ടെത്തലിലേക്കും SIT എത്തിയിരിക്കുന്നു. ആ
കണ്ടെത്തൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കമായിരിക്കും SIT നടത്തുക. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്ന കാര്യത്തിൽ വലിയ സമ്മർദ്ദം SIT നേരിടുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകണമെങ്കിൽ ഇത് കേന്ദ്ര ഏജൻസികളിലേക്ക് എത്തണം. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായെങ്കിൽ മാത്രമേ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം എത്തൂ എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ആ കാര്യം തന്നെയാണ് നിലവിൽ BJP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ, BJPയും ഹൈന്ദവ സംഘടനകളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും.